നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മൾ വാഹനത്തിൽ എപ്പോഴെങ്കിലും ഫ്യൂവൽ മാറി ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് പേരെങ്കിലും കാണുമായിരിക്കും. അതായത് പെട്രോളിന് പകരം ഡീസൽ അടിച്ചിട്ടുണ്ടായിരിക്കും, ഡീസലിന് പകരം പെട്രോൾ അടിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ എപ്പോഴെങ്കിലും മാറി അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മല്ലു ഓർത്തോഡോണ്ടിസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഫ്യൂവൽ മാറി അടിച്ചാലുള്ള പ്രൊസീജിയർ ഒന്ന് വീഡിയോ ചെയ്യാമോ? പെട്രോൾ കാറിൽ ഡീസൽ ആൻഡ് ഡീസൽ കാറിൽ പെട്രോൾ. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. എനിക്കൊന്ന് പണ്ടെപ്പോഴും ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഷോർട്ട് വീഡിയോ ആയെന്ന് തോന്നുന്നു. ഏതായാലും വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളൊരു വാഹനം യൂസ് ചെയ്യണം, പെട്രോൾ വാഹനമാണെന്ന് സങ്കല്പിക്കുക. പെട്രോൾ വാഹനത്തിൽ നിങ്ങളറിയാതെ ഡീസൽ ഫില്ല് ചെയ്തു. ഡീസൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മളറിയാതെ ഫില്ല് ചെയ്തു. പക്ഷേ വാഹനം സ്റ്റാർട്ടാക്കുകയോ കീ ഓൺ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇഗ്നീഷൻ ഓൺ ആക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ കീ 2 സ്റ്റെപ്പാണ് നമ്മൾ ഓൺ ചെയ്യുന്നത്. ആദ്യത്തെ ഓൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം നമ്മുടെ ആക്സസറീസ് മാത്രം ഓൺ ചെയ്യുന്നുള്ളൂ, മീറ്റർ ഓൺ ആകുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം കീ ഓൺ ചെയ്യുമ്പോൾ അത് ഇഗ്നീഷനാണ് ഓൺ ആവുന്നത്. നമ്മുടെ മീറ്റർ കൺസോളിനകത്തുള്ള എല്ലാ ലൈറ്റ്സും നമ്മുടെ പമ്പും ഇഗ്നീഷൻ കോയിലും കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ അന്നേരം ഈ പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് പമ്പ് എന്താണ് ചെയ്യുന്നത്? ഫ്യൂവൽ ടാങ്കിനകത്തുള്ള ഫ്യൂവലിന് എത്രയും പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിലത്തോട്ട്, അതായത് നമ്മുടെ എഞ്ചിൻ്റെ അവിടം വരെ ചെല്ലാൻ വേണ്ടി, ഡീസലല്ല പെട്രോൾ വാഹനമാണെന്നുണ്ടെങ്കിൽ നേരെ ആ ഫ്യൂവൽ ലൈൻസ് വരെ ഇത് പ്രഷറൈസ് ചെയ്ത് അങ്ങ് നിർത്തും. അപ്പോൾ അന്നേരം സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിനകത്തുള്ള പെട്രോളും ഡീസലും കൂടെ മിക്സായ ലിക്വിഡ് ആയിരിക്കും അങ്ങ് ചെല്ലുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കും, അറ്റ്ലീസ്റ്റ് ആ ഇഞ്ചക്ടറിലുള്ള പെട്രോൾ വെച്ച് വാഹനം പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ടാകും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മിസ്സിങ് ഫീൽ ചെയ്യും, എൻജിൻ മിസ് ഫയറിങ് നടക്കുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും. വാഹനം ഓഫായി പോവും, പിന്നെ വാഹനം സ്റ്റാർട്ടാകത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം നോക്കണം. അതായത് വാഹനം കൊണ്ടിട്ട് പെട്രോളെന്നോ ഡീസലെന്നോ, അല്ലെങ്കിൽ വാഹനം കൊണ്ടിട്ട ഉടനെ തന്നെ 500 രൂപയ്ക്ക് അല്ലെങ്കിൽ 1000 രൂപയ്ക്കെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഏത് ഫ്യൂവലാണെന്ന് അവരോട് വ്യക്തമായിട്ട് പറയണം. ഇൻ കേസ് നമ്മളത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ലിഡിൻ്റെ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കണം. പലരും ഫ്യൂവൽ ലിഡിൻ്റെ പുറത്ത് ഒട്ടിക്കാറുണ്ട്, പക്ഷേ ഈ ഫ്യൂവൽ ലിഡ് തുറക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് ഓപ്പണായി അങ്ങ് പോകുമ്പോൾ ചിലപ്പോൾ അവർ കണ്ടില്ലെന്ന് വരാം. ഇതിനകത്തൊരു സ്റ്റിക്കർ ഒട്ടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതെൻ്റെ സജഷൻ മാത്രമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പെട്രോളിൻ്റെ സ്ഥാനത്ത് ഡീസൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം അവിടെ വെച്ച് കാണുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഈ ഫ്യൂവൽ ടാങ്ക് അഴിച്ച് ഊറ്റി എടുത്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതല്ല, നമുക്ക് വേണമെങ്കിൽ ടോ ചെയ്ത് ഷോറൂംസിൽ കൊണ്ടുപോയി ടാങ്ക് അഴിച്ച് നമുക്കിത് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവരിത് ഊറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്യാറുണ്ട്. അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. അത്രയും ഊറ്റിയെടുത്തതിന് ശേഷം അവസാനം ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ചെറിയ എമൗണ്ടിൽ മിക്സ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇനി ഡീസൽ വാഹനത്തിൻ്റെ കേസിന് ഇപ്പോൾ പെട്രോൾ വാഹനം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഉള്ളൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നമ്മളിപ്പോൾ അറിയാതെയാണെങ്കിലും സ്റ്റാർട്ടായിപ്പോയി. വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ട് ഷോറൂമിൽ കൊണ്ടുപോയിരിക്കണം. ഈ ഫ്യൂവൽ ലൈൻസ് എല്ലാം ക്ലീൻ ചെയ്യണം, ഇഞ്ചക്ടേഴ്സ് അഴിച്ചും കൂടെ ക്ലീൻ ചെയ്യണം. അല്ലാത്ത പക്ഷേ ഇതിനകത്ത് ഡീസലിൻ്റെ അംശം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ വാഹനം പിന്നെ സ്റ്റാർട്ട് ആകുന്നതായിരിക്കത്തില്ല. കാരണം ഈ ഡീസൽ ശരിക്കും പറഞ്ഞാൽ സ്പാർക്ക് കൊണ്ട് ബേൺ ആകത്തില്ല. ഇനി ഒരു ഡീസൽ വാഹനത്തിനകത്ത് പെട്രോൾ ഫില്ല് ചെയ്താലോ? പെട്രോൾ അത്ര പേടിക്കേണ്ട ഒരു കേസുള്ള സംഭവമല്ല. പക്ഷേ ഡീസൽ വാഹനത്തിൽ ഒരിക്കലും പെട്രോൾ വർക്ക് ചെയ്യത്തില്ല. നമ്മളിപ്പോൾ കുറച്ച് പെട്രോൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ടിലാണ് പെട്രോൾ അടിക്കുന്നതെങ്കിൽ പെട്ടെന്ന് അത് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഒരുപാട് പെട്രോൾ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി പിന്നെ സ്റ്റാർട്ട് ആകത്തില്ല. പക്ഷേ ഈ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെ ചെയ്യേണ്ടി വരും, ഇൻക്ലൂഡിങ് ഫ്യൂവൽ ഫിൽറ്റർ, അതായത് ഡീസൽ ഫിൽറ്റർ ഉൾപ്പെടെ നമുക്ക് മാറി വേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്രോൾ വാഹനത്തിലാണെങ്കിലും ഡീസൽ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തും ഫ്യൂവൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തിരിക്കണം. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് റിസ്ക്കിയാണ് ഈ പരിപാടി. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വാഹനം ഒരു ഫ്യൂവൽ ഫില്ലിംഗ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം ഏത് ഫ്യൂവലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്, ഡീസലാണോ പെട്രോളാണോ. ഇത് മാറിപ്പോയെന്ന് അവിടെ വെച്ച് തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരോട് തന്നെ ഇൻഫോം ചെയ്തിട്ട് അവർ തന്നെ അതിൻ്റെ കോസ്റ്റ് ബെയർ ചെയ്യേണ്ടതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പറഞ്ഞില്ലെങ്കിലും ചോദിക്കേണ്ട ഉത്തരവാദിത്തം പമ്പിലുള്ളവരുടെ തന്നെയാണ്. അവർ ചോദിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് അല്ല, അവരോട് തന്നെ പേയ്മെൻറ്റ് കൊടുത്ത്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം അവിടെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഇത് ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി ചെയ്യുന്നതാണ് നല്ലത്. പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയർ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് നമ്മുടെ വാഹനത്തിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും റിസ്ക് എടുക്കാൻ നിൽക്കരുത്. എപ്പോഴും നമ്മളൊരു ശ്രദ്ധ കൊടുക്കേണ്ടെന്ന് ഞാൻ പറയത്തില്ല. വാഹനം കൊണ്ട് നിർത്തുന്നത് പെട്രോളിലാണെങ്കിൽ പെട്രോൾ കൊണ്ട് നിർത്തുക. അവരടിക്കുന്ന ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് അവരോട് നമ്മളൊന്ന് പറയുക 500 രൂപയ്ക്ക് പെട്രോൾ, അല്ലെങ്കിൽ 500 രൂപയ്ക്ക് ഡീസൽ, അല്ലെങ്കിൽ ഫുൾ ടാങ്ക് ഡീസൽ, അല്ലെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ. ഇത് നമ്മളും കൂടെ വ്യക്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും എളുപ്പം, നമുക്കും എളുപ്പം, ഒരു ടെൻഷനും വരുന്നില്ല.